ഞാൻ യക്ഷിണി. നീ തേടി വന്ന മരണം. ശാന്തമായ രാത്രി. ചുറ്റും ഇരുട്ടു മാത്രം. ഇരുണ്ടുമൂടിയ ആകാശം. മോഹൻ അയാളുടെ നാട്ടിലേക്ക് പോകാനായി കബനി നദി കടക്കുകയായിരുന്നു. ഈ സമയത്ത് നദിക്കരയിൽ വരുന്നത് തന്നെ ആപത്താണ്. എന്നാലും ഇന്നിപ്പോൾ വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മോഹൻ സ്വയം ആശ്വസിച്ചു. ഇന്നത്തെ രാത്രി അവന് സ്വന്തം നാട്ടിലെത്തിയേ പറ്റൂ. കാരണം അവൻ കാത്തിരുന്ന, കൊതിയോടെ നോക്കിയിരുന്ന ഒരു കാര്യം ഇന്ന് നടക്കും. അവൻ്റെ കാമുകി സിന്ധുവിൻ്റെ വീട്ടുകാർ ദൂരെ എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിന്ധു വീട്ടിൽ തനിച്ചാണ്. ഇന്ന് പോയാൽ അവൻ അവളെ നേരിൽ കാണാം. ആരുടെയും ശല്യമില്ലാതെ അവർക്കൊരുപാട് നേരം സംസാരിച്ചിരിക്കാം. അതുകൊണ്ട് അവൾ ആരും അറിയാതെ അവനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. അവളാണെങ്കിൽ കുറച്ചു നേരമായി ഫോണിൽ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത് എന്നതുകൊണ്ട് മോഹൻ ഫോൺ എടുത്തില്ല. മാത്രവുമല്ല, നദി കടന്നാണ് അവൻ വരുന്നതെന്നറിഞ്ഞാൽ ഒരുപക്ഷെ അവൾ പേടിക്കും. പക്ഷെ മോഹൻ്റെ മനസ്സിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് സിന്ധുവിൻ്റെ വീട്ടിൽ ചെല്ലണം എന്നൊരൊറ്റ ചിന്തയേ ഉള്ളൂ. വിവേകത്തെക്കാൾ വികാരമാണ് അപ്പോൾ അയാളിൽ മുന്നിട്ട് നിന്നിരുന്നത്. മോഹൻ നദി കടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആകാശത്ത് പെട്ടെന്നൊരു ഇടിയുണ്ട്. എന്തോ ഒരു ദുസൂചന പോലെ അങ്ങ് ദൂരെയായി നായ്ക്കളുടെ ഓരിയിടലും കേൾക്കാമായിരുന്നു. പക്ഷേ അതൊന്നും മോഹൻ കാര്യമാക്കിയില്ല. അപ്പോഴാണ് മോഹൻ ഒരു കൊലുസിന്റെ കിലുക്കം കേട്ടത്. ആരോ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് പോലെ. പക്ഷേ അവൻ തിരിഞ്ഞവിടെ എല്ലാം നോക്കിയിട്ടും ആരെയും കണ്ടില്ല താനും. ഒരു നിമിഷം തനിക്ക് തോന്നിയതാവുമോ എന്നവൻ ശങ്കിച്ചു. ഒരു ചെറിയ ഭയം അവനിൽ ഉടലെടുത്തു. അവൻ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. എങ്കിലും അവൻ അടുത്തടുത്തു വരുന്ന ആ ശബ്ദത്തിലേക്ക് ഇടയ്ക്കിടെ ശ്രദ്ധ പായിച്ചിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ മുൻപിലേക്ക് ഒരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടത്. മോഹൻ ഒരു നിമിഷത്തേക്ക് നിശ്ചലനായി കണ്ണടച്ച് നിന്നുപോയി. ഒന്ന് പേടിച്ച് കരയാനായി അവൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു തരി ശബ്ദം പോലും വെളിയിൽ വന്നില്ല. കണ്ണുമടച്ച് നാമം ജപിച്ച് അവൻ അവിടെ തന്നെ ഒരു ശില കണക്ക് നിന്നു. കുറേ നേരമായിട്ടും ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് അവൻ പതിയെ ഒരു കണ്ണ് തുറന്നു. അവിടെ അതാ ആ നിഴൽ മാത്രമേ ഉള്ളൂ. അത് അവൻ്റെ അടുത്തേക്ക് വരുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ഓഹോ, അപ്പോൾ ഇതത്ര അപകടകാരിയല്ല, മോഹൻ ആശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ആ നിഴലിൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്തെത്താറായപ്പോൾ അവൻ ടോർച്ചടിച്ചൊന്ന് നോക്കി. പ്രകാശം മുഖത്ത് തട്ടിയപ്പോൾ കൈകൾ കൊണ്ട് മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ആ രൂപം അവൻ്റെ മുന്നിലേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. അത് അവൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. അത് കണ്ട് മോഹൻ അതിശയിച്ചു പോയി. ചുവന്ന സാരിയിൽ ഒരു വെണ്ണക്കൽ ശില്പം പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഒരു 22-23 പ്രായം വരും. 5.5 അടി ഉയരം. ശരിക്കും പറഞ്ഞാൽ ഒരു അപ്സരസ്. അരയ്ക്കൊപ്പം നീളമുള്ള മുടിയും നല്ല റോസാപ്പൂവിൻ്റെ നിറമുള്ള ചുണ്ടുകളും അതിൽ വിരിയുന്ന ആരെയും പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള ചിരിയും വിടർന്ന കണ്ണുകളും എല്ലാമായി തികഞ്ഞ ഒരു സുന്ദര ശില്പം. ഏതൊരാണും കൊതിക്കുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യധാമമായിരുന്നു അവൾ. അവളുടെ ആ സൗന്ദര്യത്തിൽ ലയിച്ച് മോഹൻ അവനെ തന്നെ മറന്നു നിന്നുപോയി. താൻ എന്തിനിവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്നതെല്ലാം അവൻ്റെ ഓർമ്മയിൽ നിന്നും മറഞ്ഞുപോയി. ഒന്നും ചിന്തിക്കാനാകാത്ത വിധം അവൻ്റെ കണ്ണുകൾ അവളുടേതുമായി കൊരുത്തു. അതിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതിനൊപ്പം അവളിൽ നിന്നും വമിക്കുന്ന പാലപ്പൂവിൻ്റെ സുഗന്ധം അയാളിൽ ആവേശമുണർത്തി. ഇതെന്താ ഈ സമയത്ത് ഇവിടെ തനിച്ച്? അയാൾ അവളോട് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് ചിരിച്ചു. നിരയായി അടുക്കി വെച്ചതുപോലുള്ള അവളുടെ വെളുത്ത പല്ലുകൾ ആ ചിരിയുടെ ഭംഗി കൂട്ടി. എനിക്ക് അക്കരെ ഗ്രാമത്തിലെത്തണം. വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇത്ര സമയം എടുക്കുമെന്ന് കരുതിയില്ല. പേടികൊണ്ട് നിന്നുപോയതാ, അവൾ മധുരമാർന്ന സ്വരത്തിൽ മറുപടി നൽകി. അവളുടെ കൂടെ കൂട്ടുവരുമോ എന്നവൾ കൊഞ്ചലോടെ ചോദിച്ചതും ഒന്നും ഓർക്കാതെ സിന്ധു കാത്തിരിക്കുന്നതുപോലും മറന്ന് മോഹൻ സമ്മതം മൂളി. പതിയെ ഇരുവരും ഒരുമിച്ച് നടക്കാൻ ആരംഭിച്ചു.
ഒപ്പം നടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് അവർ രണ്ടുപേരുടെയും കൈകൾ പരസ്പരം അറിയാതൊന്ന് തൊട്ടുരുമ്മി. അവളുടെ കൈയുടെ മിനുസം അയാളെ കൊതിപ്പിച്ചു. അയാളെ നോക്കിയപ്പോൾ അവൾ അയാളെ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുകയാണ്. അതിനടുത്ത നിമിഷം തന്നെ അവർ ഇരുവരും നദിക്കരയിൽ നഗ്നരായി പരസ്പരം ആലിംഗനബദ്ധരായി.